കോഴിക്കോട് ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച് ഗർഭിണി മരിച്ച സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് യുവതിയുടെ കുടുംബം രംഗത്ത് വന്നു. കോഴിക്കോട് ഓടുന്ന കാറിന് തീപിടിച്ച് യുവതി മരിച്ച സംഭവം എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതിന് കാരണമായി പോലീസ് പറഞ്ഞത് ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ്. പക്ഷെ ഇപ്പോൾ കൂടുതൽ അന്വേഷണത്തിൽ കണ്ടെത്തിയത് കാറിന്റെ വയറിങ്ങിനോ എഞ്ചിനോ യാതൊരുവിധ കുഴപ്പവുമില്ല. അതുകൊണ്ട് ഷോർട്ട് സർക്യൂട്ട് അല്ല എന്നായി നിഗമനം. ഇപ്പോൾ കുടുംബാംഗങ്ങൾ ഈ കേസിന് വഴിത്തിരിവായി രംഗത്ത് വന്നിരിക്കുകയാണ്. അവർ പറയുന്നത് ഈ മരണത്തിൽ എന്തോ ദുരൂഹതയുണ്ട്. ഇതിന് കാരണമായിട്ട് അവർ പറയുന്നത് ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്ന് വേണ്ടത്ര പരിഗണന ലഭിച്ചിരുന്നില്ല, പിന്നെ അഭീത ബന്ധമുണ്ടായി എന്ന നിലയിലൊക്കെ അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് അതിനെ പറ്റി ഒന്ന് കേട്ടു നോക്കാം. സോന ഭർത്തൃ വീട്ടിൽ വളരെയധികം മാനസിക പ്രശ്നങ്ങൾ അനുഭവിച്ചിരുന്നു എന്നുള്ളതാണ് സോനയുടെ അമ്മയായിട്ടുള്ള വസന്ത പറയുന്നത്. അതായത് റിജിൻലാലിന്റെ മറ്റൊരു യുവതിയുമായി ബന്ധമുണ്ടായിരുന്നുവെന്നും ഇതറിഞ്ഞ സോന ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. റെയിൽവേ സ്റ്റേഷനിൽ പോയി ട്രെയിനിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ള കാര്യം ഈ ബന്ധുവായ ഒരു യുവതിയും പറയുന്നുണ്ട്. പിന്നീട് റെയിൽവേ പോലീസ് ഉൾപ്പെടെ ഇടപെട്ടാണ് സോനയെ പിന്തിരിപ്പിച്ചതെന്നുള്ള കാര്യമാണ് യുവതി പറയുന്നത്. എന്തായാലും ഈ ഭർത്തൃ വീട്ടിനെതിരെയാണ് കുടുംബത്തിന്റെ ആരോപണം ഉന്നയിക്കുന്നത്. പലതവണ ഈ സോനയെ വീട്ടിൽ പട്ടിണി കിട്ടിയിരുന്നു. കേട്ടറിഞ്ഞതോളം എനിക്ക് മനസ്സിലായത് റെജിൻലാൽ ഭാര്യയായ സോനയോട് വലിയൊരു വിശ്വാസവഞ്ചന നടത്തിയിട്ടുണ്ട്. കൂടാതെ ഗ്രാഹിക പീഡനവും നടന്നിട്ടുണ്ട്. പിന്നെ ഏറ്റവും കേട്ടിട്ട് സങ്കടം തോന്നിയ ഒരു കാര്യം ഭാര്യയെ പട്ടിണിക്കിട്ടെന്ന്. അതിലും ഹൈലൈറ്റ് ഇവരുടെ പ്രണയ വിവാഹമായിരുന്നു. ഇവൻ പ്രണയിച്ചു കെട്ടിയത് ഇവളെ ഇങ്ങനെ ദ്രോഹിക്കാനാണോ എന്ന് ഞാൻ ചിന്തിച്ചു പോകുന്നു. എന്തായാലും ഈ പറഞ്ഞ സംഭവങ്ങളും പിന്നെ കാറിന് തീപിടിച്ചതും ഭാര്യയായ സോനയുടെ മരണവും എല്ലാം കൂടി കൂട്ടിക്കൊടുക്കുമ്പോൾ വലിയൊരു ദുരൂഹതയും അട്ടിമറിയും അവിടെ നടന്നിട്ടുണ്ട്. എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരണം. കാരണം പലതരം കേസുകൾ കണ്ടിട്ടുണ്ടെങ്കിലും ഗർഭിണിയെയും ആ ഗർഭിണിയുടെ ഉള്ളിലെ പാവ ശിശുവിനെയും ഇവൻ ഇത്തരം മൃഗീയമായി കൊന്നിട്ടുണ്ടെങ്കിൽ അവന് തക്കതായ ശിക്ഷ ലഭിക്കണം. കാരണം ഇത് ഓരോ അമ്മമാരെയും മനുഷ്യത്വമുള്ള മനസ്സുകളെയും വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അവന് തക്കതായ ശിക്ഷ ലഭിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് താഴെ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.